ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഡോമിനർ 250 ആയിട്ടാണ് വന്നേക്കണേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായത് ഫ്രഷ്നെസ്സൊക്കെ വളരെയധികം കൂടുതലുള്ള വണ്ടിയാണെന്ന് തോന്നും. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നമ്മളിത് 2021 മോഡല് മിഡ് റേഞ്ച് ആട്ടത്. അപ്പോൾ ഈ ഒരു വണ്ടി ഞാൻ എടുക്കാൻ പോവാണ്, ഞാൻ അത് വാങ്ങാൻ പോവാണ്. അപ്പോൾ ഞാനൊരു വണ്ടി വാങ്ങണേക്കാളും തൊട്ട് മുമ്പ് ഒരു വണ്ടി ഞാൻ ഇപ്പോൾ എടുക്കാൻ പോകുമല്ലോ, യൂസ്ഡ് വണ്ടി. അപ്പോൾ അങ്ങനെ എടുക്കണേക്കാളും തൊട്ട് മുമ്പ് എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി എടുക്കാന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ടെസ്റ്റ് റൈഡ് എന്ന് പറഞ്ഞ സാധനം ഫസ്റ്റ് തന്നെ വണ്ടി എടുക്കണേക്കാളും മുമ്പ് പോയിട്ട് ചെയ്യരുത്. നിങ്ങൾ ഏതൊരു വണ്ടിയാണെങ്കിലും ഫസ്റ്റ് ടെസ്റ്റ് റൈഡ് അല്ല ചെയ്യേണ്ടത്. ഫസ്റ്റ് വണ്ടി കാണാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിന് ഞാൻ ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ വലിയ സ്ക്രാച്ചസോ അതുപോലെ തന്നെ ഡെൻറ്റോ റീപെയിൻറ്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഈ ഒരു വണ്ടിയിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാനിപ്പോൾ ഫുള്ള് ഞാൻ തറലി ചെക്ക് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയൊന്നും കാണാനില്ല. പക്ഷെ ഈ ഒരു സൈഡിലേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സൈഡ് സ്ട്രക്ചർ ഉണ്ടല്ലോ, നമ്മുടെ ഇതിൻ്റെ ഒരു കവറിങ് ആയിട്ടുള്ള ഒരു സൈഡ് സ്ട്രക്ചറിൻ്റെ ഇവിടെ രണ്ട് പോർഷനിൽ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. അതായത് ഞാൻ ഇവിടെ നോക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പൊട്ടലാണ് നമുക്ക് ആദ്യം കാണാൻ സാധിച്ചത്. പിന്നീട് ഞാൻ ഹാൻഡിൽ ബാറിൻ്റെ ഈ ഒരു എഡ്ജ് ഉണ്ടല്ലോ, നമ്മുടെ ബാറിൻ്റെ അവിടെ ചെറുതായിട്ട് കുഞ്ഞു സ്ക്രാച്ച് ഉണ്ട്. അതിന് എന്താ നമുക്ക് മീൻ ചെയ്യാന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ട്. അതായത് വലിയ രീതിയിലുള്ള വീഴ്ചയല്ല, ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ട്. വേറെ ഞാൻ നോക്കി അവിടെ ഇവിടെ ഒന്നും ഒരു വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും കണ്ടില്ല. ക്രാഷ് ഗാർഡ് അവിടേക്ക് ചെറിയൊരു സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം ഓവറോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ്. എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഈ ഒരു ഓവറോൾ ലുക്കിൻ്റെ ഭാഗത്തുനിന്ന് തോന്നിയില്ല. ഇവിടെ നോക്കാൻ പോയത് നമ്മുടെ ടയറാണ്. അപ്പോൾ ടയർ നോക്കി കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിൽ കിടക്കുന്ന ടൊളിൻസിൻ്റെ ഒക്കെ ടയറും അതുപോലെ നമ്മുടെ റിയർ സൈഡിൽ കിടക്കുന്ന അപ്പോളോയുടെ ടയറാണ്. ടയറിൻ്റെ കണ്ടീഷൻ നോക്കിയപ്പോൾ ഒരു 90% മേലെ നല്ല രീതിയിലുള്ള ട്രെഡുള്ള ആ ഒരു ടയറാണ് കിട്ടുന്നത്. അപ്പോൾ ടയറിൻ്റെ ഭാഗമൊക്കെ ഗുഡ് കണ്ടീഷനാണ്. നമുക്ക് വലിയ ഒരു സൈഡിലേക്ക് തേഞ്ഞ് പോവാം, സൈഡിൽ തേമാനൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു പരിപാടി അണ്ണീവൺ ടയർ വേറെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഫ്രണ്ടിലും കണ്ടില്ല. അതുപോലെ തന്നെ റിയർ സൈഡിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റിയർ സൈഡിലും അങ്ങനത്തെ ഒരു ഇത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത് ടയറിൻ്റെ സെക്ഷൻ രണ്ടും ഓക്കെ ആണ്. അതായത് നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടയർ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഓവറോൾ ലുക്കിൽ തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സീറ്റിന് വല്ല നമുക്കിങ്ങനെ കീറിയിട്ടുണ്ടോ അല്ലെങ്കിൽ വല്ലോട്ടും ഇങ്ങനെ സ്ക്രാച്ച് ഉണ്ടോ, ഈ പൂച്ച മാറ്റി പോലെയൊക്കെ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടോ, അവിടെ ഓട്ടം ഉണ്ടോ, അതൊക്കെ നമ്മൾ പ്രത്യേകം എടുത്ത് നോക്കാം. കാരണം ഇതിന് ഹോൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മഴയത്തൊക്കെ പോയി കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ താഴ്ന്ന് ഇറങ്ങാനും അതുവഴി നമ്മുടെ മൂടൊക്കെ നനയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇതിന് വേറെ തരത്തിലുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആ ഒരു സീറ്റ് നമ്മുടെ ഇതിൽ സ്റ്റോക്കായിട്ട് വരുന്ന സീറ്റ് ഇങ്ങനെ ഇതിൽ നിൽക്കണേ. സീറ്റിൻ്റെ പാർട്ടിലും വേറെ തരത്തിലുള്ള പ്രോബ്ലംസ് കാര്യങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല. അപ്പോൾ സീറ്റിൻ്റെ കാര്യം തന്നെ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ഈ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, 250 നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇതിൻ്റെ ഓണർ സെപ്പറേറ്റ് ആയിട്ട് വെച്ചതാട്ടോ, ബാക്ക് റെസ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്തത് ഇലക്ട്രിക്കൽ സെക്ഷനാണ്. ഓക്കെ, ഇലക്ട്രിക്കൽ സെക്ഷൻ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഫുൾ ഈ ഹാൻഡിൽ ബാറുമുള്ള സ്വിച്ചസ് നോക്കുന്നു, ലൈറ്റ് നോക്കുന്നു, ബാറ്ററിയുടെ പവർ, ഇതൊക്കെ ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതാണ് നമ്മുടെ ഇലക്ട്രിക് സെക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ലൈറ്റുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ജസ്റ്റ് ഒന്ന് നമ്മൾ ആ ഒരു കീ സോക്കറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കണം. ഓണാക്കിയതിന് ശേഷം നമ്മൾ ലൈറ്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കണം. അതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് സെൽഫ് അടിച്ച് നോക്കാം. സെൽഫ് അടിച്ചു. അപ്പോൾ ആ ലൈറ്റുകൾ നമ്മൾ ലൈറ്റ് വെച്ചിട്ട് ഓഫ് ചെയ്തു. ലൈറ്റുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ ഇൻഡിക്കേഷൻ നോക്കണം, ഹസാർഡ് ലൈറ്റുകൾ നോക്കണം. പാസ് അടിച്ചു നോക്കുന്നുണ്ട്. IBM. അപ്പോൾ നമ്മൾ അതുപോലെ റിയർ സൈഡിൽ നമ്മൾ ബ്രേക്ക്, ഫ്രണ്ടിൽ ബ്രേക്ക് പിടിച്ച് നോക്കി, കത്തണ്ട. ഓക്കെ, നമ്മൾ റിയർ സൈഡിലെ ബ്രേക്ക്, അതായത് ഫ്രണ്ടിലെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ ബാക്ക് സൈഡിൽ നമ്മുടെ ലൈറ്റ് കത്തുന്നുണ്ട്. അതുപോലെ നമുക്ക് റിയർ പെഡലൊന്ന് ജസ്റ്റ് അമർത്തി നോക്കാം. അപ്പോൾ ആ ടൈമിൽ ഒന്നും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. ഇനി ഹസാർഡ് ലൈറ്റ് ഒന്നുകൂടി നമുക്കൊന്ന് ഇട്ട് നോക്കാം ജസ്റ്റ്. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ സെക്ഷൻ നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ കീ സോക്കറ്റാണ് നോക്കണേ. കീ സോക്കറ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഒരു വല്ല നമുക്കിങ്ങനെ ടൈറ്റ്നെസ് അങ്ങനത്തെ എന്തെങ്കിലും ഫീൽ ചെയ്യണ്ടോ നോക്കാം. ഇപ്പം ഞാൻ നോക്കുന്ന സമയത്ത് അത്രയും ടൈറ്റ്നെസ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഓൺ ആക്കുന്ന സമയത്ത് തന്നെ എല്ലായിടത്തും നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ഇൻഡിക്കേഷൻസ് എല്ലാം വരുന്നുണ്ട്. മീറ്റർ കൺസോളിൽ എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് 2-3-5 തവണ നമുക്കിങ്ങനെ നോക്കാം. അതായത് ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി നമ്മളിത് ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഫുള്ളി ചാർജൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ റീചാർജ് ചെയ്തിട്ട് കൊണ്ടുവന്ന് വെച്ചേക്കണ വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. കുറച്ചായി നമുക്ക് ഇതൊക്കെ ഓണാക്കി ഒന്ന് ഇട്ട് നോക്കാം വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ മീറ്റർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണം. മോഡൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. മോഡൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ട്രിപ്പ് 2 ഓഡോ, പിന്നെ ആ ഒരു സെറ്റിങ്സിൻ്റെ തിരക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അതൊക്കെയുണ്ട്. ടൈം, അതുപോലെ ഫ്യൂൽ ഇൻഡിക്കേഷൻ, ആ കാര്യങ്ങളൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സ്വിച്ച് കൺട്രോൾ നോക്കാം. സ്വിച്ച് കൺട്രോൾ നമ്മുടെ ഫസ്റ്റത്തെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഞ്ചിൻ കിൽ സ്വിച്ച് ആണ്. ജസ്റ്റ് ഒന്ന് ഓണാക്കി. ഓണാക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു മോട്ടർ വർക്ക് ചെയ്ത ആ ഒരു സൗണ്ട് വന്നിട്ടുണ്ട് കേട്ടോ, വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് സെൽഫ് അടിക്കാം. സെൽഫ് അടിക്കുമ്പോഴൊന്നും ജസ്റ്റ് ഒരു മിനിറ്റ്. ഓക്കെ,
സെൽഫ് അടിച്ച് കഴിഞ്ഞപ്പോഴൊന്നും ഒരു ലാഗോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അല്ലെങ്കിൽ നമുക്ക് എടുക്കാനായിരുന്നു കിക്കിന്ന് അടിക്കണ ആ ഒരു സൗണ്ട് കാര്യങ്ങളൊന്നും ഇല്ല. അതായത് ബാറ്ററി ഡൗൺ ആയിട്ട് എടുക്കണ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് തോന്നിയില്ല. ജസ്റ്റ് ഒന്നുകൂടി നമുക്ക് ചെക്ക് ചെയ്യാം. മോട്ടർ ഒന്ന് സ്റ്റാർട്ടായി വന്നിട്ടുണ്ട്. സെൽഫ് അടിച്ചു, അപ്പോൾ തന്നെ വർക്ക് ചെയ്തു. ശരിക്കും നമ്മളിങ്ങനെ 2-3-4 തവണ നോക്കാം. അതായത് ബാറ്ററിയുടെ ആ ഒരു പവറും കൂടി നമ്മളിതിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു വാഹനത്തിന് ഇതിനിപ്പോൾ നമുക്ക് അയച്ചു വേണം. നമുക്ക് ജസ്റ്റ് ഇതിൽ ലൈറ്റ് നമുക്ക് ഹെഡ് ലൈറ്റിൻ്റെ ആ ലൈറ്റ് ബീം വേണമെന്ന് നമുക്ക് ജസ്റ്റ് ഓൺ ആക്കിയിടാം. ഓക്കെ, അപ്പോൾ അത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ എൻജിനൊന്ന് ഓണാക്കി അടിച്ചു, ഇൻഡിക്കേഷൻ ഇട്ട് നോക്കി. അപ്പോൾ നമുക്കതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓഫ് ചെയ്തു. പിന്നെ ഇവിടെ നമ്മുടെ ബാറ്ററി വാണിംഗ് ഇവിടെ കാണുന്നുണ്ട്, ABS-ൻ്റെ സിഗ്നൽ, അതുപോലെ ബജാജിൻ്റെ ലോഗോ, അത് കാര്യങ്ങളൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പാസ് അടിക്കുന്ന സമയത്ത് പാസ് സ്വിച്ച് വർക്കിംഗ് ആണ്. പിന്നെ നമുക്ക് ഇവിടെ എക്സ്ട്രാ ഇവരൊരു ഹെസാർഡ് ലൈറ്റ് ഇവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വേറെ പറയാം. പിന്നെ ഇവിടെ പാസ് സ്വിച്ച് ചെയ്തപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഹൈ ബീം ലോ ബീം ജസ്റ്റ് ഒന്ന് ഓൺ ആക്കുന്നു. ഹൈ ബീം ഇട്ടുണ്ട്. ഹൈ ബീം ഇട്ട് കഴിഞ്ഞപ്പോൾ ദേ വർക്ക് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേഷൻ ഒക്കെ ഇടുന്ന സമയത്ത് അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അപ്പോൾ ഹോണ്ട ഭാഗം അത്രയും, അതായത് നമ്മൾ ഹോണ്ട ഏരിയ ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. ഇവിടെ നിന്ന് വേറെ തരത്തിലുള്ള പ്രോബ്ലംസ് നമുക്ക് ഫീൽ ചെയ്തില്ല. ഇനി ഹെസാർഡ് ലൈറ്റ് ഇവരിട്ടുണ്ട്. അപ്പോൾ അതേ ജസ്റ്റ് ഇതിൽ തന്നെ ഒരു 16 ടോൺസുകൾ, അതായത് 16 ടൈപ്പിൽ നമുക്ക് ഹെസാർഡ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇപ്പോൾ പലതരത്തിലുള്ള കണ്ട ആ ഇൻഡിക്കേഷൻ്റെ ഇവിടെ നോക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ആ ഒരു ടൈപ്പുകൾ ഇതിൽ വരും കണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തു. വീണ്ടും ജസ്റ്റ് ഒന്ന് നമ്മൾ ആ ഒരു മോട്ടറിൻ്റെ അത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാറ്ററിയുടെ ആ ഒരു അവസ്ഥ അറിയാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ സെക്ഷൻസ് ഒരുവിധം എല്ലാം നമ്മൾ നോക്കി. പിന്നെ ബാറ്ററി നല്ല രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. അതായത് കുറേ തവണ ഓഫ് ചെയ്ത് ഓണാക്കി നമ്മൾ സെൽഫൊക്കെ അടിച്ച് നോക്കി. സാധാരണ നോർമൽ രീതിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സെൽഫ് അടിക്കുന്ന സമയത്ത് ഒരു 2 തവണ അടിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു ബാറ്ററി ഇപ്പോൾ ചാർജ് ചെയ്ത് കൊണ്ടു വെക്കുന്ന സാധനമൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഓണാക്കിയിട്ട് നമ്മൾ വീണ്ടും സെൽഫ് അടിക്കുന്ന സമയത്ത് അതൊരു ചെറിയ ഡിലേയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് റീചാർജബിൾ ആണ്. അതിൻ്റെ ഒരു കണ്ടീഷൻ, ആ ഒരു ബാറ്ററിയുടെ കണ്ടീഷൻ കുറച്ച് ലോ ആണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഈ ഒരു വണ്ടിക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനി അടുത്ത് നമ്മൾ സെക്ഷൻ നോക്കാൻ പോകുന്നത് നമ്മുടെ എഞ്ചിൻ്റെ ഏരിയയാണ്. അപ്പോൾ എഞ്ചിൻ്റെ ഏരിയയിൽ നോക്കാൻ മുമ്പ് ഒന്ന് ഇരിക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ എഞ്ചിൻ്റെ ഏരിയ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ എവിടെന്നെങ്കിലും, അതായത് ഹെഡ്, ഇതിൻ്റെ ഈ ഒരു സ്പാർക്ക് പ്ലഗിൻ്റെ ഹെഡ്, നമ്മുടെ ഹെഡിൻ്റെ അവിടെ നിന്ന് വല്ല ലീക്കേജ് അല്ലെങ്കിൽ നമ്മുടെ ബോട്ടം ഏരിയയിൽ നിന്ന് വല്ല ലീക്കേജ് കാര്യങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ എങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഗ്യാസ്കറ്റ് അവിടേക്ക് നോക്കി, അതുപോലെ തന്നെ ഈ ഏരിയയിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊന്നും ലീക്കൊന്നുമില്ല. പക്ഷേ ഇവിടെ നമുക്ക് കുറച്ചൊരു ചെറിയൊരു ലീക്ക് പോലെയുണ്ട്. പക്ഷെ അത് ഞാൻ നോക്കി ഇങ്ങനെ ജസ്റ്റ് ഇതിൻ്റെ ഇവിടെ നിന്ന് കിട്ടുന്നതാണോ എന്ന് നോക്കി. പക്ഷേ ഈ ഭാഗത്തു നിന്ന് ഈ എവിടെ നിന്നുള്ള ലീക്കൊന്നും അല്ലാട്ടോ വരണേ. നമ്മുടെ ഈ ഒരു ചെയിൻ ലൂബ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഗിയർ ഓയിലേക്കും കൂടുതൽ ഒഴിച്ച് എൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. അതായത് കൂടുതലായിട്ട് ഗിയർ ഓയിലൊക്കെ കൊടുത്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാണ്ട് വെക്കൂലേ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ആ ഒരു ഡേറ്റാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. വേറെ ഈ ഭാഗത്തു നിന്നോ, അതുപോലെ ഈ ഭാഗം മാത്രമല്ല നമ്മൾ നോക്കണ്ട, അപ്പുറത്തെ സൈഡും എല്ലായിടത്തും നമ്മൾ തറയിൽ ചെക്ക് ചെയ്യുക. തറയിൽ ചെക്ക് ചെയ്യാനല്ല പറഞ്ഞ് നന്നായിട്ട് ചെക്ക് ചെയ്യാം. എങ്കിലാണ് നമുക്ക് ഇതിൻ്റെ എൻഡിങ്ങിൽ ഏതെങ്കിലും പാർട്ടിൽ നിന്ന് നമുക്ക് വല്ല ലീക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എഞ്ചിനായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ സ്വിങ്ങാമും നോക്കാം. അത് എഞ്ചിനായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സ്വിങ്ങാമിൻ്റെ ആ ഒരു ഏരിയ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നോക്കാം. പിന്നെ വണ്ടി ഇടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെൻറ്റ്, സ്ക്രാച്ച്, കാരണം ഈ ഏരിയയിലേക്കും അൺവാണ്ടഡ് വെൽഡൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. എപ്പോഴെങ്കിലൊക്കെ അൺവാണ്ടഡ് വെൽഡിങ് ഉണ്ടോ, അതുപോലെ റീപെയിൻറ്റിങ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഇനി നമ്മൾ ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ ഏരിയ നോക്കണമെങ്കിൽ ഞാൻ ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബ്രേക്ക് സിസ്റ്റത്തിന് തൊട്ടടുത്തിരിക്കാൻ കാരണം വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് നല്ല രീതിയിൽ കാണാനാണ്. അപ്പം ഈ ഒരു ഡിസ്കിൻ്റെ ഇതിൽ നമ്മൾ ജസ്റ്റ് കൂടെ കൈകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഉരയ്ക്കുക. നമ്മുടെ കൈ കൊണ്ട് ഉരയ്ക്കുമ്പോൾ ഈ ഒരു ബെയറിംഗ് എന്ന് പറയുന്നത് ഈക്വൽ അല്ലാണ്ട് ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തടവണ സമയത്ത് നമുക്ക് മനസ്സിലാവും എവിടെയെങ്കിലും ഒരു ചെറുതായിട്ട് ഇങ്ങനെ ആ ഒരു ലൈൻസ് പൊന്തി നിൽക്കുക അല്ലെങ്കിൽ താന്ന് നിൽക്കുക, ഇങ്ങനെ നോക്കുന്ന സമയത്ത് അറിയാം. അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പണിയാണ്. കാരണം വെച്ചാൽ നമ്മൾ ഈ എന്തെങ്കിലും ഡിസ്ക് മാറേണ്ടി വരും അല്ലെങ്കിൽ ലൈറ്റ് കൊടുത്തിട്ട് ഇത് കറക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ പാർട്സ് ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു ഡിസ്ക് ഉണ്ടല്ലോ, ഡിസ്ക്, കാലിപ്പർ പാഡ്, ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ഡാമേജ് വന്നിട്ട് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് എക്സാക്റ്റ് പാർട്ട് ഏതൊരു വാഹനത്തിൻ്റെ ആണെങ്കിലും നമ്മൾ അതിൻ്റെ പാർട്ട് നമ്പർ കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം അത് ഏത് ഷോറൂമിലാണ് ചെല്ലണം അവിടെ ചെന്നതിന് ശേഷം വാങ്ങുക. എന്നിട്ട് അത് ഇട്ട് നോക്കിയിട്ട് സെറ്റ് ആവണുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കാരണം ഏത് മോഡലാണെന്ന് പറയണം, അതേപോലെ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് വേണം നമ്മൾ വണ്ടിയുടെ ഓരോ പാർട്ടുകൾ വാങ്ങാൻ. കാരണം പാർട്സിനൊക്കെ അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഈ ഇടയ്ക്ക് ഞാനൊരു വണ്ടിയുടെ കണ്ടതാണ്, അതായത് ഈ ഒരു ഡിസ്കിൻ്റെ ഈ ഒരു ഇത്രയും പോർഷൻ, അതായത്
ഇത്രയും പോർഷനിലാണ് ഡിസ്ക് ഉള്ളൂ, അതായത് ഇത്രയും പോർഷനിലാണ് വയറിംഗ് ഉള്ളൂ. ഇപ്പുറത്തെ ഈ ഒരു കുഞ്ഞൊരു ഏരിയ ഉണ്ട്, ഈ കുഞ്ഞേരിയയിൽ ജസ്റ്റ് ആയിട്ട് ഒരു ലൈൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഇവർ പോയി വാങ്ങേണ്ട ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. അവർ പോയി ഒരു ഡിസ്ക് പാഡ് വാങ്ങി, ആ പാഡ് വാങ്ങിയിട്ട് അവർ ഇട്ട് കഴിഞ്ഞ് കുറച്ചാൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവിടെ ചെറിയൊരു കട്ടങ്ങനെ പൊന്തിയൊക്കെ എന്തായിട്ട് കണ്ടത്. അതായത് അപ്പോഴാണ് അവർ ശ്രദ്ധിക്കണേ ഈ വാങ്ങിയിട്ടേക്കണ പാഡ് ഈ ഒരു വണ്ടിയുടെ അല്ലാന്ന്, നമ്മുടെ ഈ വണ്ടിയുടെ അല്ലാട്ടാ, അന്ന് അവർ വാങ്ങിയിട്ട് ആ ഒരു വണ്ടിയുടെ. ഓക്കെ, അപ്പോൾ നമ്മൾ അതൊന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ബ്രേക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം ഞാനിവിടെ ഫ്രണ്ടിലെ ഏരിയയിൽ നോക്കി, ഇവിടെ പ്രശ്നമില്ല, റിയർ സൈഡിൽ ഞാൻ നോക്കിയായിരുന്നു, അപ്പോൾ അവിടെയും കുഴപ്പമൊന്നുമില്ല. പിന്നെ ബ്രേക്കിങ് എങ്ങനെയുണ്ടെന്നുള്ളത് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ കാലിപ്പറൊക്കെ ഇടയ്ക്കായി ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് ഒന്ന് റീസെറ്റ് ചെയ്ത് വെക്കുക. ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ കിലി 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 എന്നുള്ള സൗണ്ട് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കിലി കിലി എന്നുള്ള സൗണ്ട് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു വണ്ടിയുടെ നമ്മൾ ഈ കൂളിംഗ് സിസ്റ്റം നോക്കണമെങ്കിൽ നമുക്ക് എയർ കൂളിംഗ് ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇവിടെ ലിക്വിഡ് കൂളിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ആ ഒരു ലെവല്, കൂളൻറ്റിൻ്റെ ഒക്കെ ലെവൽ മാക്സിമം ആണോ, അതല്ല ലീക്ക് ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കാം. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ ഞാൻ നോക്കി കഴിഞ്ഞപ്പം ഇതിപ്പോൾ നമ്മൾ ചെരിച്ച വെച്ചേക്കണേ, പക്ഷെ നമ്മൾ എന്തൊരു കാര്യം നോക്കുന്ന സമയത്തും എങ്ങനെ നമ്മുടെ സർഫേസിൽ കറക്റ്റായിട്ട് സെൻറ്ററിലാക്കി വെച്ച് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ലെവലുകളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂളൻറ്റിൻ്റെ ലെവൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് മിനിമത്തിനോട് തൊട്ട് മേലെയാണ് നിൽക്കണേ. ഇതിപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കാണാം. അതായത് ഈ മാക്സിമത്തിൽ എപ്പോഴും നമ്മൾ ആ ഒരു കൂളൻ്റ് ആയാലും എഞ്ചിൻ ഓയിൽ ആയാലും ഗിയർ ഓയിൽ ആയാലും എല്ലാം നമ്മൾ എപ്പോഴും മാക്സിമത്തിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സസ്പെൻഷൻ സിസ്റ്റംസ് ആണ്, അതായത് ഫ്രണ്ടിലത്തെയും റിയർ സൈഡിലെ സസ്പെൻഷൻ സിസ്റ്റം. ഫ്രണ്ടിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് വന്നിട്ട് ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ ആക്കി നോക്കുക. അപ്പോൾ ആക്കുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് എവിടെയെങ്കിലും ഓയിലിൻ്റെ പ്രസൻസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് എവിടെന്നെങ്കിലും ഒരു പണി കിട്ടിയിട്ടുണ്ടെന്ന്. ചില സമയത്ത് നമുക്ക് ഒന്നും കാണില്ല, ചെറുതായിട്ട് വണ്ടി പോകുന്ന സമയത്ത് ചെറുതായിട്ട് ഒരു റൗണ്ട് റിങ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ റിങ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ആ ഒരു ഇവിടുത്തെ ഇങ്ങനെ വാഷുകളൊക്കെ ഉണ്ട്, നമുക്ക് സ്പ്രിങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ഒരു റിങ്ങുകൾ. ആ റിങ്ങുകൾക്കൊക്കെ എന്തെങ്കിലും ചെറിയ ഡാമേജസോ അങ്ങനെ ഇപ്പോൾ കുറേ വർഷങ്ങളൊക്കെ ആയിട്ടുള്ള വണ്ടിയാണെങ്കിൽ ആ ഒരു സ്പ്രിങ്ങോ വാഷിനൊക്കെ എന്തെങ്കിലും ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ടായിട്ടായിരിക്കാം ആ ഒരു ലീക്ക് ഉണ്ടാവണം. അപ്പോൾ അത് മാറ്റി കഴിഞ്ഞാൽ അത് ശരിയാവും. അപ്പം ഇവിടുത്തെ ഈ നമ്മുടെ ഈ ഫ്രണ്ടിലത്തെ ഫോർക്കിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സസ്പെൻഷനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇതിന്ന് നമുക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും കണ്ടില്ല. നമുക്ക് റിയർ സൈഡിൽ വരുന്ന ഇവിടെ മൾട്ടി സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷനാണ് വരുന്നത്. ഇവിടെ നമുക്ക് പ്രത്യേക തരത്തിലുള്ള ആ ഒരു ലീക്കോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. മെയിൻ കാണാൻ പറ്റാത്തത് ഇവിടുന്ന് ഇത്രയും ഏരിയ നമുക്ക് കാണാൻ പറ്റുള്ളൂ, ബാക്കിയൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ്. ഇനി ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് വണ്ടി ഓടിക്കുമ്പോഴാണ് അറിയാൻ പറ്റുക. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ അത് അങ്ങനെ മോശമാണെന്നൊക്കെ ഉള്ളത് അപ്പോൾ അറിയാൻ പറ്റുള്ളൂ. ഞാൻ എന്തുകൊണ്ടാണ് ഈ ടൈം ചൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 6:30-ക്ക് ശേഷം ഞാനിപ്പോൾ ഒരു ടൈം ചൂസ് ചെയ്തതാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ വണ്ടി എടുക്കാൻ പോണത് ഒരു 10 മണിക്ക് മുമ്പ് പോവുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഉച്ചതിരിഞ്ഞ് ഒരു 5 മണിക്ക് ശേഷം ഇറങ്ങാൻ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഇതിൻ്റെ ലൈറ്റ് അതുപോലെ തന്നെ വേറെ സാധനം കൂടി ഞാൻ കാണിച്ചു തരാം. ലൈറ്റ് നമുക്ക് മസ്റ്റായിട്ട് അറിയണമല്ലോ, ലൈറ്റ് വർക്ക് ചെയ്യണോ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണോ നമുക്ക് നോക്കണം. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഓവറോൾ ലുക്ക് നമുക്ക് നോക്കണം. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഞ്ചിനൊന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ അപ്പുറത്തെ പോയി ഒരു പരിപാടി ഒപ്പിക്കാനാണ് പോണേ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നമുക്ക് അപ്പുറത്ത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് എഞ്ചിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നോർമൽ കണ്ടീഷനിൽ നിൽക്കണേ. അപ്പോൾ ഇപ്പോഴും ഇത് വർക്കിംഗ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഞാൻ കാര്യം പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നും കാണാനില്ലല്ലോ, ജസ്റ്റ് ഓഫ് ചെയ്തിട്ട് പറയാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇപ്പോഴും ഒന്നും കാണാനില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഒരു തരത്തിലുള്ള സ്മോക്കോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇതിന് കാണാൻ പറ്റില്ല. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള സ്മോക്കാണ് ഇതിനുള്ളിൽ നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതൽ വണ്ടിക്ക് ഒരു പണി വരണമെങ്കിൽ. ഒന്നാമത്തെ വൈറ്റ് സ്മോക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ വണ്ടി എടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചെറുതായിട്ട് എഞ്ചിൻ പണി കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയ ഒരു വണ്ടിയാണ് വൈറ്റ് സ്മോക്ക് ഉള്ള ഒരു വണ്ടി എന്നുള്ള ചെറുതായിട്ട് ഇട്ടായി അങ്ങനെ ചെറുതായിട്ട് പറഞ്ഞുള്ളൂ. പക്ഷേ ഈ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ വന്നിട്ടില്ല. പിന്നെ നമുക്ക് വരുന്നതാണ് ബ്ലാക്ക് സ്മോക്ക്. അതായത് നമ്മുടെ എയർ ഫിൽറ്ററൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. അതായത് നമുക്ക് പ്രൈമറി എയർ ഫിൽറ്റർ ഉണ്ടാവും, ചില വണ്ടികൾ നമുക്ക് സെക്കൻഡറി എയർ ഫിൽറ്റർ ഉണ്ടാവും. അപ്പോൾ ആ 2 എയർ ഫിൽറ്ററുകളും നമുക്ക് ചേഞ്ച് ചെയ്യാറായിട്ടുണ്ടെന്നുള്ളൊരു സിമ്പിളാണ് നമുക്കൊരു ബ്ലാക്ക് സ്മോക്ക്. നമ്മൾ വലിയ ലോറിയുടെയൊക്കെ പുറകിൽ നിന്ന് ഇങ്ങനെ കുമുകുമാന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ എയർ ഇങ്ങനെ ബുന്ന് മേലേക്ക് പോകാറില്ലേ, അതന്നെ സാധനം. അതായത് നമ്മുടെ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതിനുള്ളിൽ നിന്ന് എയർ ഫിൽറ്റർ കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൻ്റെ മാറ്റേണ്ടതായിട്ട് ഇല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ നോക്കുന്ന സമയത്ത് നമുക്ക് വേറെ സ്മോക്ക് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇവിടെ ചെറുതായിട്ടൊരു തരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലാണ്. എന്നിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഒരു ഓണറിൻ്റെ അടുത്തത് ഇപ്പം ഞാൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഇതിൻ്റെ എയർ ഫിൽറ്റർ ഞാൻ ചേഞ്ച് ചെയ്യും, പുക വന്നില്ലെങ്കിൽ കൂടെ. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം വൈകുന്നേരം എടുത്തതിൻ്റെ ഒരു റീസൺ പറഞ്ഞായിരുന്നു. അതായത് സ്മോക്കിൻ്റെ കേസ്, ബ്ലാക്ക് സ്മോക്ക് വരാന്നുണ്ടെങ്കിൽ നമ്മൾ എയർ ഫിൽറ്റർ മാറണം. വൈറ്റ് സ്മോക്ക് ആണെങ്കിൽ ആ വണ്ടി എടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, വേറെ തരത്തിലുള്ള പുകയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ വണ്ടി എടുക്കാൻ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ഈ ഒരു വാഹനത്തിൽ കണ്ടൊരു കാര്യമാണ് ഇതിൽ ലൂബ് ആണ്ടിന് സംക്രാന്തിക്കൊക്കെ ചെയ്യണമെന്നുള്ളത് എനിക്ക് തോന്നി. കാരണം ഇതിൻ്റെ ഒരു ഏരിയ കണ്ടിട്ട് അവിടെയൊക്കെ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ഡേറ്റ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ
അത്യാവശ്യം നല്ല രീതിയിൽ ഡേറ്റ് ഉണ്ട്, അതായത് ലൂബിംഗ് ഒക്കെ ചെറുതായിട്ട് കുറവുണ്ട്. ഈ ഒരു ഭാഗം നോക്കണ സമയത്ത് ഞാൻ അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് അല്ല, കാരണം ഇച്ചിരി നല്ല രീതിയിൽ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ആ ഏരിയ സെറ്റ് ആവും. വേറെ പ്രോബ്ലംസ് ഒന്നും ഈ ഒരു ഏരിയയിൽ നിന്ന് എനിക്ക് നോക്കിയിട്ട് കാണാനില്ല. പിന്നെ ഇവിടെയും സ്ക്രാച്ചസോ അതുപോലെ ചെറിയ ഡെൻറ്റോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള കാര്യങ്ങളൊന്നും കണ്ടില്ല. വേറെ റീപെയിന്റിങ് അങ്ങനെ സ്ക്രാച്ച് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ കണ്ടിട്ടില്ല കേട്ടോ. നോർമലി നമുക്കറിയാലോ, നമ്മുടെ ഏതൊരു വാഹനം അല്ലെങ്കിൽ ഏതൊരു മെഷീൻ ആണെങ്കിലും അതിൽ നമുക്ക് ഗ്രീസ്, ഓയിൽ, ഈ സാധനങ്ങളൊക്കെ ഒഴിച്ചുകൂടാതെ പറ്റാത്ത സാധനങ്ങളാണ്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ചെയിനാണ്, ചെയിൻ ചെറിയ മെഷീൻ പാർട്ടാണ്. അപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എപ്പോഴും ലൂബ് ആയിട്ട് ഇരിക്കണം, അതായത് നല്ല രീതിയിൽ നമുക്ക് ചെയിൻ ലൂബ് ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ ഇപ്പോൾ എന്താ ഉണ്ടായിരിക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ ചെയിൻ ലൂബ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി നമ്മൾ പുറത്തുള്ള ഒന്നാമത് നമുക്ക് സെമി കവേഡ് അല്ലെങ്കിൽ ഒരു കവേഡ് ആയിട്ടുള്ള ഒരു ചെയിൻ കവറാണ്. അപ്പോൾ പുറത്തുള്ള പൊടി ഡേറ്റ് മുഴുവൻ നമ്മൾ വന്ന് പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ഇങ്ങനെ ഡേറ്റ് ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഒരു 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ 3 ആഴ്ച കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നല്ലെങ്കിൽ നമുക്ക് ഡേറ്റിൻ്റെ ആ ഒരു ഇതനുസരിച്ച് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യേണ്ടതാണെങ്കിൽ ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ലൂബ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ലൂബ് ചെയ്യാം. ഞാൻ എപ്പോഴും പറയാം, അത്യാവശ്യം ഇങ്ങനത്തെ ഡേറ്റ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്തിട്ട് ലൂബ് ചെയ്യാനാ പറയാം. ഇനിയിപ്പോൾ ലൂബ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇല്ലെങ്കിൽ നമ്മുടെ 90 ഗിയർ ഓയിൽ ഉണ്ടല്ലോ, അത് നമുക്കത് യൂസ് ചെയ്താലും മതി. ഞാനത് പലരും ഓരോരുത്തരും ഓപ്ഷനാണ് കേട്ടോ, നമുക്കിപ്പോൾ ഏത് യൂസ് ചെയ്യണമെന്നുള്ളതൊക്കെ നമ്മുടെ ഓരോരുത്തരും പ്രയോറിറ്റി അതനുസരിച്ചിട്ട് യൂസ് ചെയ്യാം. ഇനി അടുത്തൊരു പോയിന്റാണ് നമ്മുടെ ഡോക്യുമെന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ട് നമ്മുടെ RC, അതുപോലെ PC, പിന്നെ അതുകൂടാണ്ട് നമ്മുടെ ഇൻഷുറൻസ്. ഓക്കെ, ഈ RC വെച്ചിട്ടുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, PC നമ്മുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ്. അപ്പോൾ ഇതിൽ ഇൻഷുറൻസ് അതുപോലെ ഇൻഷുറൻസ് ഒക്കെ പക്കയായിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ, കാരണം നമ്മളെ ഈ ഒരു ഓണറിൻ്റെ പേര് ഞാൻ അതിലുള്ളതെന്ന് നോക്കാം. അതുപോലെ ഇൻഷുറൻസ് വല്ലതും ക്ലെയിം ചെയ്തിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഇന്നത്തെ കാലത്ത് ഒരു വണ്ടിയുടെ നമ്പർ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സൈറ്റിൽ പരിവാഹൻ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും വരും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ നോക്കാം. പിന്നെ RC ബുക്ക് കിട്ടുമ്പോൾ, അതായത് RC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ചേസിസ് നമ്പറും എഞ്ചിൻ നമ്പറും ആ ഒരു RC ബുക്കിലും ഉണ്ടോ എന്നുള്ളത് കറക്റ്റ് ആക്കാം. അതായത് ആ നമ്പറും ഇതിൻ്റെ ചേസ് നമ്പറും എഞ്ചിൻ നമ്പറും ഒക്കെ സെയിം അല്ലെന്ന് ചെക്ക് ചെയ്യുക. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റും മസ്റ്റാണ്, അതും കഴിയാറായിട്ടുണ്ടോ, അതിന് എത്ര ആൾ ബാലൻസ് ഉണ്ടെന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് മാത്രം നിങ്ങൾ ഒരു വണ്ടി എടുക്കാൻ ശ്രദ്ധിക്കുക. നേരത്തെ ഞാൻ പരിവാഹനിൽ കയറി കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഒരു വാഹനത്തിൻ്റെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി നോക്കുക, അതുപോലെ ഇൻഷുറൻസ് ഒക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. കാരണം നമ്മൾ ഈ ഒരു വാഹനം എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിലപ്പോൾ അറിയില്ല നമുക്ക് ഇതിന് ആക്സിഡൻസ് പറ്റിയിട്ടുണ്ടോ എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മളിത് എടുത്ത് തിരിച്ച് കൊടുക്കാൻ നേരത്തെ എന്തെങ്കിലും കാരണവശാൽ നമുക്കൊരു വണ്ടി കൊടുക്കേണ്ടതായിട്ട് വന്നു, അന്ന് വല്ല തലവേദനകളൊക്കെ ഉണ്ടാവണേക്കാൾ എത്രയോ നല്ലതാണ് നമ്മൾ ഇതിൻ്റെ ഈ വാഹനത്തിൽ ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ കാര്യങ്ങളൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് അറിയാൻ സാധിക്കും ഈ ഒരു വണ്ടിക്ക് വല്ല ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഉണ്ടോ, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡെൻസ്, അതുപോലെ തന്നെ നമ്മുടെ പെയിൻ്റൊക്കെ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ട് വെൽഡൊക്കെ ചെയ്തിട്ടുണ്ടോ, അതൊക്കെ ഇങ്ങനെ ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ വണ്ടി വീണിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറിയ ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ കിലോമീറ്റർ, അതായത് ഈ ഒരു വാഹനത്തിൻ്റെ കിലോമീറ്റർ നോക്കണമെങ്കിൽ 17,244 കിലോമീറ്റർ ആയിട്ടുണ്ട്. അതൊരു നോർമൽ ആയിട്ടുള്ള ഒരു കിലോമീറ്റർ, കാരണം 2 വർഷം കൊണ്ടാണ് ഈ ഒരു 17,244 കിലോമീറ്റർ അയക്കണത്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു തോന്നുന്നു 17,244. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു വണ്ടിയുടെ ലുക്കും അതുപോലെ തന്നെ ആ ഒരു കിലോമീറ്റർ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല. ചില വണ്ടിയുടെ നമുക്ക് ഒരു 3 വർഷമായിട്ട് അത് ഓടിയേക്കുന്നത് ചിലപ്പോൾ 1000-2000 കിലോമീറ്റർ ഒക്കെ ആണെങ്കിൽ നമ്മൾ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ ചില വാഹനങ്ങൾ അങ്ങനെ ഉണ്ടാവും, കാരണം ഈ ഒരു വണ്ടി എടുത്തിട്ട് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ചിലപ്പോൾ ഇവിടെ ഓടിക്കാൻ ആൾക്കാരില്ലാണ്ടാവുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു 1000 കിലോമീറ്റർ 2000 കിലോമീറ്റർ ഓടിക്കുന്ന അവസ്ഥയ്ക്ക് ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാർ എടുത്തിട്ട് അങ്ങനെ ഇങ്ങനെ, കാരണം അവൻ വണ്ടി എടുത്തു വന്നിട്ട് അവനൊരു പോക്ക് പോയി, ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ട് ആകെ ഒരു 3000 കിലോമീറ്റർ ഓടിയുള്ളൂ, വണ്ടി എടുത്തിട്ട് 2 കൊല്ലമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വണ്ടികൾ ഉണ്ടാവും, അങ്ങനെയുള്ള വണ്ടികൾ കിട്ടുവാണെങ്കിൽ ലക്ക്. പക്ഷേ ഇത് 17,000 ഓടിയിട്ടുണ്ട്, കുഴപ്പമില്ല. ഇത് ലുക്ക് കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഇത് 17,000 ഇത് ഓക്കെയാണ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റാണ് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ കണ്ടീഷൻ ചെക്ക് ചെയ്യാന്നുള്ളത്. അപ്പോൾ എഞ്ചിൻ കണ്ടീഷൻ ചെക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അറിയാലോ ഒരു വാഹനത്തിൻ്റെ സൗണ്ട് എങ്ങനെയായിരിക്കുന്നു. അപ്പോൾ നമ്മളിതിങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള സൗണ്ടുകൾ, അതായത് എന്തെങ്കിലും ഒരു മണി അടിക്കുന്ന പോലത്തെ സൗണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക ഒരു നോർമൽ കണ്ടീഷൻ അല്ലാത്ത എന്തെങ്കിലും ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങനെ കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്നാണെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് കണ്ടുപിടിച്ചിട്ട് അവിടുത്തെ പറയാം എന്തിൻ്റെയാണെന്നുള്ളത്. അതൊക്കെ റെക്ടിഫൈ ചെയ്ത് അവർ തരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ വണ്ടി എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ വണ്ടി വിടുന്നതായിരിക്കും നല്ലത്. നമ്മളപ്പോൾ ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പറയാം, ജസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ടാക്കിയാൽ മാത്രം പോരാ, ജസ്റ്റ് ഒന്ന് ത്രോട്ട്ലിംഗ് ഒക്കെ ഒന്ന് കൊടുത്തു നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കണേ. എഞ്ചിൻ ആ പമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്, സെൽഫ് അടിക്കുന്നു. അപ്പോൾ ഇത് ആ നോർമൽ കണ്ടീഷനിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. വേറെ സൗണ്ടുകൾ കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. ഞാൻ എന്നാലും ത്രോട്ട്ലിംഗ് ഒന്ന് കൊടുത്തു നോക്കാം.
ഓക്കെ. അപ്പം ഞാൻ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴും ഇതിന് വേറെ, അതായത് എൻജിൻ്റെ സൗണ്ട് അല്ലാണ്ട് വേറെ തരത്തിലുള്ള, അതായത് വേറെ ഈ ടാപ്പറ്റ് അടിക്കുന്ന സൗണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിന് കേട്ടിട്ടില്ല. അതായത് ഇതിൻ്റെ എൻജിൻ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ഗുഡ് കണ്ടീഷനുള്ള ഒരു എൻജിനാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി ബാക്കിത്തെ വിശേഷങ്ങളൊക്കെ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് എങ്ങനെയുണ്ട്, ക്ലച്ച് പിടിക്കുമ്പോൾ എങ്ങനെയുണ്ട്, ബ്രേക്ക് എങ്ങനെയുണ്ട്, ഷിഫ്റ്റേഴ്സ് എങ്ങനെയുണ്ട്, അതായത് ബാക്കിയുള്ള കാര്യങ്ങൾ, അതുപോലെ നമുക്കൊരു വീൽ അലൈൻമെൻറ്റ് എങ്ങനെയുണ്ട്, നമ്മുടെ സിസ്റ്റം ബ്രേക്കിംഗ് സിസ്റ്റത്തിനെ പോലെ തന്നെ നമുക്ക് സസ്പെൻഷൻ സിസ്റ്റം ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ടെസ്റ്റ് റൈഡിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇനി നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ഞാൻ ഫസ്റ്റ് ടൈം തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു വണ്ടി ചെന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് എടുക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ച ആ ഒരു റൈഡിങ് കംഫർട്ടൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് ഏറ്റവും ലാസ്റ്റാണ് ടെസ്റ്റ് റൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ടെസ്റ്റ് റൈഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ഇങ്ങനത്തെ ഒരു ഹാഫ് സൈസ്ഡ് ഹെൽമെറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഹാഫ് സൈസ്ഡ് ഹെൽമെറ്റ് എടുക്കും വേണം, വെറുതെ വെച്ചാൽ പോരാ, നല്ല രീതിയിൽ ഇങ്ങനെ വെക്കുക, നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വെക്കുക. നമ്മളെപ്പോഴും ഒരു വണ്ടി ഓടിക്കുന്ന സമയത്തും നമ്മൾ റൈഡിങ് ഗിയേഴ്സ് മസ്റ്റായിട്ട് ധരിക്കണം. അതിപ്പോൾ ഈ ഒരു ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ വെക്കാൻ മറന്നു കഴിഞ്ഞാൽ പോലും അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എന്തായാലും ഒരു ഹെൽമെറ്റ് വെക്കാൻ ടെസ്റ്റ് റൈഡ് എന്നല്ല വണ്ടി എടുത്തിട്ട് പുറത്തേക്ക് പോകരുത്. ഞാൻ ഇത് ഓടിച്ചതിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ അവിടെ വന്നിട്ട് ഷെയർ ചെയ്യണേ. നോക്കട്ടെ. നല്ല രീതിയിൽ ക്ലച്ച് നമുക്ക് ടൈറ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ചെറിയൊരു ടൈറ്റ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ലൂബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് റെഡി ആവുന്നതാണ്. പിന്നെ നമ്മളിപ്പോൾ ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്ലേസിൽ നിന്ന് നമ്മളൊന്ന് പുറത്ത്, ഇപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു റഫായിട്ടുള്ള ഏരിയയാണ്. നമുക്ക് ചരലുണ്ട്, അതുപോലെ തന്നെ ചെറിയ ഇങ്ങനെ പാറകളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ അവിടെ നിന്ന് പതുക്കെ നമ്മൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഹൈവേയിലേക്ക് കയറണം. അപ്പോൾ ഇത് പോക്കറ്റ് റോഡ് കേട്ടോ. അപ്പോൾ പോക്കറ്റ് റോഡിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് മാറണം. അപ്പോൾ എനിക്കൊരു കാര്യം ഫസ്റ്റ് തന്നെ പറയാനുണ്ട്, നമ്മളിത് ഫസ്റ്റ് ടൈമായിട്ട് വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വാഹനമായിട്ട് ഒന്ന് കുറച്ച് 2-3 ദിവസം ഒന്ന് നോക്കി ഇവരെ ഒന്ന് മെരുക്കിയിട്ട് മാത്രം എടുത്ത് പുറത്തേക്ക് ഇറങ്ങുക. കാരണം ഒരു 150cc സെഗ്മെൻറ്റിൽ വണ്ടി എടുക്കുന്ന ഒരാൾ പെട്ടെന്ന് ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയില്ല, പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഡോമി 250 ആയാലും 400 അടങ്ങുന്ന ഒരു രക്ഷയില്ല കേട്ടോ. ഗിയറൊക്കെ ഇടുമ്പോഴേക്കും ബും ബും എന്നിട്ട് കയറി പോകുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എനിക്ക് ക്ലച്ചിൻ്റെ ഭാഗം കുറച്ച് ടൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്തോ ചെറിയൊരു ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ആക്സിലേറ്ററിൻ്റെ അവിടെയും വലിയൊരു പിടുത്തമല്ല, നല്ല ചെറിയൊരു ഇത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അതായത് ചെറുതായിട്ടൊരു പിടുത്തം പോലെ. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്കിങ് ഒരു നമുക്കറിയാമല്ലോ, എൻജിൻ ബ്രേക്കിംഗ് ആണ് മോസ്റ്റ്ലി നമ്മുടെ ഈ ഒരു വാഹനങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കാം. ഏറ്റവും കൂടുതൽ നമുക്ക് ബ്രേക്കിംഗ് കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് പോർഷനിൽ നിന്നും പിന്നെ റിയർ സൈഡിൽ നിന്ന് ഒരു 30% അത്രയ്ക്കും പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ എനിക്ക് വലിയ തരത്തിലുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല. എങ്കിൽ തന്നെ നമ്മുടെ റിയർ സൈഡിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ പിലേണ് അതൊരു പ്രോബ്ലം ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള അടി നമുക്ക് റിയർ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് ഇതുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് സസ്പെൻഷൻ നമുക്ക് റിയർ സൈഡിൽ കിട്ടുന്ന നമുക്ക് മൾട്ടി സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയ സസ്പെൻഷനാണ്. അപ്പോൾ അത് നമുക്ക് നമ്മുടേതായ ആ ഒരു ലെവൽ അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ടയറിലെ പ്രഷറിൻ്റെ ഇൻഡെക്സ് അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മുടെ ഇഷ്ടം എങ്ങനെയാണ് അതനുസരിച്ചിട്ട് കറക്റ്റ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ആ ബാലൻസിങ് വീൽ അലൈൻമെൻറ്റിലെ കാര്യങ്ങളൊന്നും വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് കൈയൊക്കെ എടുക്കുമ്പോഴായാലും നമുക്ക് വേറെ തരത്തിലുള്ള പ്രോബ്ലംസ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നല്ല രീതിയിൽ സ്മൂത്തായിട്ട് വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വൈബ്രേഷൻ നമ്മുടെ കൈമിൽ കിട്ടുന്ന അടി, അതുപോലെ തന്നെ സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു ഇത്, അതുപോലെ നമ്മുടെ ബ്രേക്കിങ്, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ് നമ്മുടെ ഒരു പുലിക്കുട്ടൻ. അപ്പോൾ എനിക്ക് വണ്ടി ഓടിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അത് എന്തായാലും പറയാണ്ടിരിക്കാൻ പറ്റില്ല, പറയണം. അപ്പോൾ ഹെൽമെറ്റ് ഒന്ന് ഊരി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹെൽമെറ്റ് ഊരി കറക്റ്റ് ടൈമിങ് ഇങ്ങനെയൊക്കെ വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ബാക്ക് റെസ്റ്റ്. അപ്പം എനിക്ക് പറയാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എപ്പോഴും ഒരു വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നൈട്രജൻ അടിക്കാൻ ശ്രദ്ധിക്കുക. അതായത് നമുക്ക് ടയറിൽ നൈട്രജൻ വിത്ത് നല്ല രീതിയിൽ ഏതാണ് എയർ ഇൻഡെക്സ് പറയണത്, കമ്പനി അവകാശപ്പെടുന്ന എയർ ഇൻഡെക്സ് ഏതാണ്, അതിനേക്കാൾ ഒരു പോയിന്റ് കുറവടിക്കുക. അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ചെറിയ വൈബ്രേഷൻസ് ആ കാര്യങ്ങളൊക്കെ പോയി കിട്ടും. അപ്പോൾ ഇതിൽ ഇച്ചിരി നമ്മുടെ ടയറിലുള്ള എയർ കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നി. ആ ചെറിയൊരു വൈബ്രേഷൻ കൈമിക്കും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രണ്ടിൽ നിന്നുണ്ടായിരുന്നു, റിയർ സൈഡിൽ നിന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വെയിറ്റ് അറിയാലോ നിങ്ങൾക്ക്, വലിയ വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഇത് ഓടിച്ചാർന്ന വ്യക്തി എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പം ആളെ സംബന്ധിച്ച് വലിയ വിഷയം ഉണ്ടാവില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അതൊരു വെയിറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് എനിക്ക് ആ ഒരു ചെറിയൊരു വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യണ സമയത്ത് ചില സമയത്ത് അത്ര അങ്ങോട്ട് സ്മൂത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതുപോലെ ക്ലച്ച് ഇച്ചിരി ടഫായിട്ട് എനിക്ക് തോന്നി. ടഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര റഫായിട്ടല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു ചെറുതായിട്ടൊരു ചെറിയൊരു ഇത് കണ്ടോ ഇവിടെ പിടിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഒരു ലൂബ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തേക്കണേ. റിയർ സൈഡും ഫ്രണ്ട് സൈഡിലും ബ്രേക്ക് സിസ്റ്റത്തിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക,
ബ്രേക്ക് കിട്ടണമെങ്കിൽ കിട്ടുന്നുണ്ട്. റിയർ സൈഡിലെ ബ്രേക്കിംഗ് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പം നമ്മൾ സാധാ നോർമലായിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചവിട്ടിയിട്ട് തന്നെ നിർത്താൻ ശ്രദ്ധിക്കാം. മിക്കവാറും എല്ലാവരും ഈ ഡോമിനാർ ഏത് വണ്ടി ഇച്ചിരി പവർ കൂടി ഒരു 150cc കൂടുതലുള്ള ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് എഞ്ചിൻ ബ്രേക്കിംഗ് കൂടി നിങ്ങളൊന്ന് ശീലിക്കുക. അതായത് നമുക്ക് ബ്രേക്ക് ഇല്ലെങ്കിൽ നമ്മുടെ എഞ്ചിൻ ബ്രേക്കിംഗ് കൊണ്ട് നമുക്ക് വണ്ടി നിർത്താനായിട്ട് സാധിക്കണം. എനിക്ക് ഇവിടെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു ലിവർ കുറച്ച് ഹാർഡായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ റിയർ സൈഡിൽ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം സ്പീഡിലേക്ക് പോയിട്ട് പിടിക്കണമെങ്കിൽ നമ്മൾ എഞ്ചിൻ ബ്രേക്ക് യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിൽ കിട്ടാൻ ചാൻസ് ഇച്ചിരി കുറവാണ്. ഓക്കെ, അപ്പോൾ അതാണ് ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ കാര്യം പറയാണ്ടായി. പിന്നെ സസ്പെൻഷനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എനിക്ക് സീറ്റ് എനിക്ക് അത്രയ്ക്കും ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു സീറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. അതായത് ഈ റിയർ സൈഡിൽ നമ്മുടെ സീറ്റ് ഉണ്ടല്ലോ, അപ്പം ഞാനിവിടെ ഇരുന്ന് ഓടിക്കണോ എനിക്ക് നല്ല കംഫർട്ട് ആയിരിക്കും. പക്ഷേ റിയർ സൈഡിൽ ഇരിക്കുന്ന ആളുടെ തണ്ടലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കിടുകിടുകിടുന്ന് വളരെ ചാൻസ് ഉണ്ട്. അതായത് ഇച്ചിരി ഹാർഡായിട്ട് തോന്നി ഇവിടെ ഈ ഒരു ഏരിയ ആട്ടാ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ. അതായത് ഇവിടെ നമുക്ക് മോണോഷോക്ക് വരുന്നുണ്ട്, പക്ഷേ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോണോഷോക്കിൻ്റെ ഒരു എൻ്റെ തന്നെയുള്ള ഇവിടെയും വരുന്നത്. പക്ഷേ ഇവിടെ ഇച്ചിരി ഹാർഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വയ്ക്കാം. അപ്പോൾ സസ്പെൻഷൻ്റെ കാര്യത്തിൽ ഫ്രണ്ടിൽ നമുക്ക് കുറച്ചുകൂടി ആ എയറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നുകൂടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ആവും. പിന്നെ ഇവിടെ നമ്മൾ ഈ ഒരു മൾട്ടി സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഷോക്ക് അബ്സോർബറാണ് വന്നേക്കണം. അപ്പോൾ നമ്മളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സസ്പെൻഷൻ്റെ കേസൊക്കെ റെഡി ആവുന്നതായിരിക്കും. ഇനി എഞ്ചിൻ സൈഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നും പറയാനില്ല എന്ന് ഞാൻ പറയില്ല. നമ്മുടെ ഡോമിനാർ 400നെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു നിസ്സാരം ഒരു 100-100 ചില്ലായിരം രൂപ cc-യുടെ ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ അത് ഇവിടെ നമുക്ക് ഉണ്ട്. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാലും ഒരു 150cc വണ്ടി ഓടിച്ചിട്ട് ആണ് നമ്മൾ 250ക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പം ഒരു 150cc വരെ വണ്ടി ഓടിച്ചേക്കുന്ന ഒരാളാണ് പെട്ടെന്ന് ചെന്ന് കഴിഞ്ഞിട്ട് 250 എടുക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാണ്, നിങ്ങൾ ഒരു കുറച്ച് ദിവസം ഒരു ആഴ്ച 2 ആഴ്ചക്ക് ഇതൊന്ന് ഓടിച്ച് ഇതിനൊന്ന് നമ്മൾ എങ്ങനെയാണ് ഓടിക്കണേന്നൊക്കെ ഒന്ന് പഠിച്ചതിന് ശേഷം നിങ്ങൾ വണ്ടി എടുത്തത് പുറത്തേക്ക് ഇറങ്ങാം. വേറെ ഒന്നും കൊണ്ടല്ല, ചെറുതായിട്ട് നമ്മുടെ കയ്യിൽ നിൽക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതായത് 150cc ഓടിച്ചിട്ടുള്ള ഒരാൾ 250ലേക്ക് കിടക്കുമ്പോൾ. ഓക്കെ, ഇനിയിപ്പോൾ 250 ഓടിക്കുന്ന ആൾ 400ലേക്ക് പോകുമ്പോൾ അങ്ങനെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അതായത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇവനായിട്ടൊന്ന് സെറ്റായി വരണം. പിന്നെ വേറെ കേസ് ഇതിൻ്റെ വെയിറ്റ് ആണ്. നിങ്ങൾ ഇത് അറിയാം, അതായത് നമുക്ക് ഇതിൻ്റെ ഈ ഒരു നമുക്ക് ഒടി എന്ന് പറയും. നമ്മളിപ്പോൾ ഈ ഒരു കാര്യം പറയുന്നത് ഹാൻഡിലിൻ്റെ ഒടി ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒടിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ പാഷൻ പ്രോയും യൂണിക്കോൺ അതൊക്കെ ഓടിക്കണ പോലെ നമ്മൾ ഒടിക്കുകയാണെന്നുണ്ടെങ്കിൽ തല അടിച്ച് നിലത്ത് വീഴും. അതായത് പെട്ടെന്ന് നമ്മൾ വീഴാനുള്ള ചാൻസ് ഉണ്ട്. വെയിറ്റ് കൂടുതലാണ്, നമ്മുടെ കാലിന് കംപ്ലൈൻറ്റ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഹാൻഡിൽ ബാറിൻ്റെ നോക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൈ ഈ രണ്ടും ഒരു അത്യാവശ്യം ലോങ് ഒക്കെ പോകുമ്പോൾ നമുക്ക് ഇവിടെ ഗ്ലൗസുകളൊക്കെ ഇടാം. ഇല്ലെങ്കിൽ നമ്മുടെ ഇവിടേക്ക് 2-3 നല്ല പാടുകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വെയിറ്റ്, അതുപോലെ നമ്മൾ എങ്ങനെ റൈഡിങ് പോസ്റ്റർ എങ്ങനെയാണ് അതിനൊക്കെ ആശ്രയിച്ചിരിക്കും. പിന്നെ എങ്ങനെ വണ്ടി ഓടിക്കുന്നു, ഏത് നിരത്തിലൂടെ വണ്ടി ഓടിക്കുന്നത്, അതൊക്കെ അനുസരിച്ച് നമുക്ക് മൈലേജ് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ റൈഡിങ് കംഫർട്ടബിൾ എങ്ങനെയാണ് നമ്മൾ ഓടിക്കുന്നത്, അങ്ങനെ അതനുസരിച്ചിട്ടാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാം. അപ്പോൾ ടോട്ടലി ഇത് കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഈ വണ്ടി ഞാൻ എടുത്തോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുക്കുകയാണ്. കാരണം വേറെ തരത്തിലുള്ള പ്രോബ്ലംസ് കാര്യങ്ങളൊന്നും ഇല്ല. ഇത് എനിക്ക് വേണ്ടിയിട്ട് അല്ലാട്ട് എടുക്കണം, നമ്മുടെ കൂട്ടുകാരന് വേണ്ടിയിട്ട് എടുക്കണം. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഇത് കുറച്ച് നേരമായി വണ്ടി കിട്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ അവൻ്റെ അടുത്ത് എടുത്തോളാൻ പറയണം. വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതിന് നമ്മൾ കൊടുക്കേണ്ടി വന്നേക്കണ വില എത്രയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് പറയുക. അതായത് എത്ര രൂപ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു വണ്ടി വാങ്ങിയേക്കണത്. ഇത് 2021 മിഡ് റേഞ്ച് ആയിട്ടുള്ള ഡോമിനാർ 250 ആണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലെ ഗുഡ് ടയേഴ്സാണ്, ബാക്കി എല്ലാ ഏരിയയും പക്കയാണ്. നിങ്ങൾ നോക്കിയിട്ട് പറയും ഇതിന് എത്ര രൂപ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ബൾക്കി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇരിക്കണമെങ്കിൽ നമ്മുടെ ഈ ഒരു ഗ്രാബ് റെയിൽ ഉണ്ടല്ലോ, ഗ്രാബ് റെയിലിൻ്റെ ഒരു ഏരിയയിൽ നമ്മുടെ ഈ ഒരു തൊടയുടെ ഏരിയയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചെറുതായിട്ടൊരു ചെറിയ പെയിനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതും കൂടി ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കുകയാണ്. ബാക്കി സൗണ്ട് കാര്യങ്ങൾ അതുപോലെ ലൈറ്റ് പെർഫോമൻസ് ഏരിയ ഒന്നും പറയാനില്ല. ബജാജാണ്, കിഡുവാണ്, ഡോമി എന്നും ഡോമി തന്നെയാണ്. അതിൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഈ ചെറിയ ചെറിയ പോരായ്മകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അത് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ തന്നെയാട്ടോ നമ്മുടെ ഡോമി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ, അതായത് നമ്മൾ പഴയൊരു വണ്ടി വാങ്ങാനായിട്ട് പോകുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്ന നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സ്വന്തം ഡാർവിൻ സൈനിങ് ഓഫ്.